ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സോപ്പാണ്. എന്താ സംഭവം എന്ന് വെച്ചാലേ അലോവേര പൗഡർ വെച്ചിട്ടുള്ള സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പൗഡർ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ജ്യൂസാക്കിയിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു ടീസ്പൂണ് പൗഡർ ചൂടുവെള്ളത്തിൽ 2-3 ടീസ്പൂണ് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ ഇതെടുത്തിട്ടുള്ളതാണ്, ജ്യൂസാക്കി എന്താ പറയുക അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ അലോവേര സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. സാധാരണ നമ്മളെന്നും എന്താ പറയുക മറ്റേ ഇതിൽ നിന്ന് എടുത്തിട്ട് ജെല്ലെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കാറ്. പിന്നെ നമ്മൾ പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബേസ് 1/2 കിലോ ബേസാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് ചെറുതാക്കി മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ പോലെ ഗ്ലിസറിൻ, പിന്നെ വൈറ്റമിൻ ഇയുടെ ഓയിൽ, അതുപോലെ ഡവിൻ്റെ ഇതാണ് കേട്ടോ നമ്മൾ ചേർക്കാൻ പോകുന്നത് സ്മെല്ല്, അതുപോലെ റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുക, ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുത്ത് സംഭവം സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് മെൽറ്റായി പറ്റാം. അപ്പൊ നമ്മുടെ സോപ്പിന്റെ ഇത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനെന്ന് പറയുന്നതിന് എല്ലാവരും വിഷമിക്കരുത്. പറയാറ് സ്വരം മാറിപ്പോയില്ല, ആരും വിഷമിക്കണ്ട. ആളെ മാറ്റി പിടിച്ചാ കുറച്ചു നേരം ഫസ്റ്റ് തുടക്കം കൊടുത്തു. ഇനി അവളുടെ കയ്യിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ. ഭാവിയിൽ എന്നെ കൊണ്ട് പരിപാടിയാണെന്ന് എനിക്ക് സംശയം. അപ്പൊ നമ്മുടെ സോപ്പിന്റെ എന്താ പറയാ ഇത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കണ്ടേ. അപ്പൊ എന്നിട്ട് എനിക്ക് പറയാനുള്ളത്, അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ തന്നെ നല്ല സപ്പോർട്ട് കട്ട സപ്പോർട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാവരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോപ്പിനാണ് നമ്മുടെ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ അടിപൊളിയായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അലോവേര ജ്യൂസില്ലേ, 1/2 കിലോ ബേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അലോവേര ജ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൊടിയാണ്, പൗഡറായിരുന്നു. അത് ചൂടുവെള്ളത്തിലിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം അരിച്ചെടുത്തിട്ടുണ്ട്. ആ ജ്യൂസാണ് ഈ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇതിൽ കളറും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതത് ഒഴിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക കളർ വരും. ഇനി ഒരു ബ്രൗൺ ഒരു ഇങ്ങനത്തെ ഒരു കളർ വേണ്ട. ഇത് പൗഡർ ആയാലാണ് നമ്മൾ നേരിട്ട് ചേർക്കുമ്പോൾ നമുക്ക് പ്യൂർ വൈറ്റ് അല്ല കിട്ടാറ് സാധാരണ ജെല്ല് ചേർക്കുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ പൗഡർ എന്താ പറയുക ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം അരിച്ചെടുത്ത അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റാണ് ഈ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് നമ്മൾ ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ഇളക്കാണ്ട് ഒരു മീഡിയം ലെവലിൽ ഇളക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗ്ലിസറിൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വൈറ്റമിൻ ഇയുടെ ഓയിൽ കുറച്ച് ചേർക്കുന്നുണ്ട്. റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിൽ ഒരു 3-4 തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ലാസ്റ്റ് ഇതിലേക്ക് പെർഫ്യൂമാണ് ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ. നമ്മുടെ പെർഫ്യൂം നമ്മൾ ഡവിൻ്റെയാണ് ചേർക്കുന്നത്. അലോവേരയുടെ സ്മെല്ല് നമ്മുടെ ഇല്ല ഇപ്പോൾ കഴിഞ്ഞ ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെർഫ്യൂം ഡവിൻ്റെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനേ ഇത് സ്റ്റൗവിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് പെർഫ്യൂമാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ കളർ കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മുടെ 1/2 കിലോ ആണല്ലോ. അപ്പോൾ നമ്മളൊരു 20 മില്ലി പെർഫ്യൂമാണ് നമുക്ക് 1 കിലോയിലേക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 10 മില്ലി ഒഴിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ നമ്മുടെ സ്മെല്ല് നമുക്ക് അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കറക്റ്റ് വേണമെന്നില്ല, കുറച്ചധികം വേണ്ട ഒരു കുറച്ചധികം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുക. ശരിക്കും അളവ് ഒരു 20 മില്ലിയൊക്കെ മതിയോ 1 കിലോയിലേക്ക്. ഓക്കെ, ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റൗവിലല്ല കേട്ടോ, ഇത് പുറത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വെച്ച് തീയിൽ അത് വെച്ച് ഒഴിക്കുന്നതല്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒഴിക്കുക. പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം പെർഫ്യൂം ലാസ്റ്റ് ചേർക്കാം കേട്ടോ. ഇതിൽ കളറും കാര്യങ്ങളൊന്നും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മോൾഡ് ഇതാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കെ, കാണുമ്പോൾ ഒരു ബ്ലാക്ക് കളർ പോലെ തോന്നുന്നു, പക്ഷെ ഒരു എന്താ പറയുക ഒരു ബ്രൗൺ കളറാണ്. കോഫിയാ. ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെ ആണ് ഈ മോൾഡ്. നമുക്ക് 75 ഗ്രാമിൻ്റെ ഒക്കെ ആണെങ്കിൽ നല്ലതാണ്. തുടക്കം തന്നെ 75 ഗ്രാമൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യട്ടാ. ചെറിയൊരു എന്താ പറയുക ഒരു സംരംഭം പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണിത്. അടിപൊളിയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
സൈഡായിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്ത് കുറച്ച് കാശൊക്കെ നമുക്ക് തന്നെ സമ്പാദിക്കാം ചെറിയ രീതിയിലൊക്കെ. ഓക്കെ, അതായത് നമുക്ക് കുളിക്കാനുള്ള സോപ്പെങ്കിലും നമുക്ക് സ്വയം ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കും. അതൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെ. ആ, അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കട്ടെ എല്ലാവരും. ഇപ്പം നമുക്കത് കണ്ടില്ലേ 5 സോപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത് 3 മണിക്കൂർ വെച്ചത് സെറ്റാവും. ഈ ഞാൻ പറയാറില്ലേ, ഈ എന്താ പറയുക, ഈ പതില്ലേ ഇത് കളയണമെങ്കിൽ നമുക്കൊരു റബ്ബിങ് ആൽക്കഹോൾ കിട്ടും. അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തോന്നുന്നവർ വേണവർ ഉപയോഗിക്കുക, കുഴപ്പമില്ല. പക്ഷെ കെമിക്കലാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഡ്രൈ ആയി ഒന്ന് വടിച്ച് കഴിഞ്ഞിട്ട് സ്പൂൺ വടിച്ച് കിട്ടും. അങ്ങനെ ആയാലും എടുത്ത് കളയാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ വയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതൊരു 3 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരും മറക്കരുത്. അതുപോലെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പരമാവധി. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ്. അതുപോലെ ഇതുപോലെ സോപ്പോ സാധനങ്ങൾ, ബേസോ, എന്താ പറയുക, മോൾഡ്, അതുപോലെ പെർഫ്യൂംസ്, കളർ, ഇതൊക്കെ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. നമ്മളെ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം നീ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് അയച്ചു തരാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ അയച്ചു തരാം. ഇവിടെ കൊടുത്തു തരാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇവിടെ നമ്മുടെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമുക്കത് എങ്ങനെയും എത്തിച്ചേരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതുപോലെ എന്നിട്ട് പറയാം 3 മണിക്കൂറിന് ശേഷം നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സോപ്പ് 3 മണിക്കൂറിന് ശേഷം സെറ്റായി വന്നിട്ടാണ്. നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. കളർ നമ്മളൊന്നും ചേർത്തിട്ടില്ല. ശരിക്കും അതിൻ്റെ ആ നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമ്മൾ പൗഡറാണ് അലോവേര ചേർത്ത്, അപ്പോൾ അത് ചേർത്തുണ്ടാക്കി സോപ്പാണ് കണ്ടില്ല. സൂപ്പർ. അപ്പം എല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്ത് ഞാൻ കാണിച്ചത്. ഒഴിച്ചപ്പോൾ ലൈറ്റുകൾ വരുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഡാർക്ക് കളറായില്ലേ. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ അലോവേര സോപ്പ് ഫുൾ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ 5 സോപ്പ്, 1 കിലോ നമുക്ക് 5 സോപ്പ് ഡവിന്റെ സ്മെല്ല് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാട്ടോ. വീട്ടിൽ നമുക്ക് ചെറിയ രീതിയിൽ ഇപ്പോൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികളായാലും കോളേജിൽ പഠിക്കുന്ന കുട്ടികളായാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതൊരു സൈഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഇതെല്ലാവരും സൈഡായിട്ട് ചെയ്യുക. ഇതിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് തരാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾ കോൾ ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എല്ലാം നമ്മുടെ ഉണ്ട്, നമ്മളതിനനുസരിച്ചുള്ള സെറ്റ് ചെയ്ത് തരാം, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാണ്ടായിരുന്നു സോപ്പ്. അപ്പോൾ ചാനൽ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനോ അതുപോലെ ആവശ്യമുണ്ടെങ്കിലോ നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാലും തുടർന്ന് നമ്മുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, വീഡിയോ സെലക്ട് ചെയ്യാണ്. ഇതാണ് നമ്മുടെ സോപ്പ് ഇടുന്നത്, സ്പെഷ്യൽ സാധനം. എല്ലാവരും ട്രൈ ചെയ്തോ, അടിപൊളിയാണ്. ഓക്കെ, ബൈ ബൈ.